ഈ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത അൺമാസ്കിംഗ് അനോമലീസ് ചാനലിലെ മതപണ്ഡിതർക്കെതിരെയുള്ള ഒരു വീഡിയോ, അതിലെ ചില പ്രയോഗങ്ങൾ കടുത്തുപോയെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. ശരിയാണ്, രോഷം അടക്കുന്നതിൽ എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാനിങ്ങനെ രോഷാകുലനാവുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നിലവിൽ വളരെ പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക, സാമ്പത്തിക, ഭൂപ്രകൃതി, വിദ്യാഭ്യാസം സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിങ്ങനെ ആളുകളെ വെറുപ്പിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്തിനാണ് ആളുകൾ നമ്മളെക്കുറിച്ചിട്ട് ഒരു ദേഷ്യം വിചാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് വളരെ സേഫായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എന്നാലും ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അറിയാതെ അങ്ങനെ കയറി ഇടപെട്ടു പോകും. ചിലതൊക്കെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു പോകും. എന്നാലും ആ ഒരു ഇടപെടലുകളിലൊന്നും എനിക്ക് യാതൊരുവിധ റിഗ്രറ്റും ഇല്ല. കാരണം അതൊക്കെ ഇടപെടേണ്ട വിഷയങ്ങളാണ് എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട്, സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം തന്നെ നോക്കുക. പ്രയോഗങ്ങൾ കടുത്തുപോയി എന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണം ഉണ്ടായേ. അൺമാസ്കിംഗ് അനോമലീസ് എന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുറത്തുവിട്ട് അവരുടെ ഏറ്റവും പുതിയ വീഡിയോ ഒന്ന് നോക്കി, അതിൻ്റെ തമ്പനയിലൊന്ന് നോക്കിക്കേ. ഇതുവരെ മറ്റുള്ള ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സുകളെയും വസ്ത്രധാരണത്തെയും അവരുടെ അഭിപ്രായ പ്രകടനത്തെയും സ്വതന്ത്ര വ്യക്തിത്വങ്ങളെയും സ്വതന്ത്ര ചിന്താഗതിയെയും മറ്റുള്ള മനുഷ്യന്മാരെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ ചിന്ത കൊണ്ട് കുട്ടികൾ വഴിതെറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ സ്വന്തം വ്യവസ്ഥിതിക്കുള്ളിലെ അതിക്രമങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് നിർബന്ധിതരായിരിക്കുകയാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ ഒരു മദ്രസ അധ്യാപകൻ 14 കുരുന്നുകളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഒടുവിൽ ഉസ്താദ് വേഷം കെട്ടിയ നാറികൾ എന്ന കടുത്ത തലക്കെട്ടുമായിട്ട് അവർ ക്യാമറയ്ക്ക് മുൻപിൽ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സമുദായത്തിലെ മതപണ്ഡിതരിലെ പ്രധാനികൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ച വിശ്വാസികൾക്കിടയിൽ നടത്തുന്നത് തന്നെ. ഇതിന് മുന്നേക്ക് ഒതുക്കി തീർക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ്, മിണ്ടാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് നമ്മൾ പോയിന്റ് ചെയ്ത് ചോദിച്ചു, നിങ്ങൾ കുട്ടികൾ വഴിതെറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും കുട്ടികളെ വഴിതെറ്റിക്കുന്ന വ്യവസ്ഥിതിക്കുള്ളിലെ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? 14 കുട്ടികൾ എന്ന് പറയുന്നത് ചില്ലറ നമ്പരൊന്നുമല്ല. ഇവരിങ്ങനെ ഊഹക്കണക്കടിക്കുകയാണല്ലോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ വഴിതെറ്റും. നമുക്കാണെങ്കിൽ കുട്ടികൾ വഴിതെറ്റും എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഊഹമല്ല, കുട്ടികൾ അതിക്രമം നേരിടുന്നത് വാർത്തകളിൽ കൂടെ കണ്ട് മനസ്സിലാക്കിയ സാഹചര്യം മുന്നിൽ കിടക്കുകയാണ്. അതിനെക്കുറിച്ചിട്ട് ഇവർ മിണ്ടുന്നില്ല. കാരണം അത് സ്വന്തം വ്യവസ്ഥിതിക്കുള്ളിലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന ആളുകൾ ചില്ലറ കടും പ്രയോഗങ്ങളിൽ കൂടെ പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അബ്ദുള്ളയോടൊക്കെ എനിക്ക് ബഹുമാനം തോന്നി. അറ്റ്ലീസ്റ്റ് അയാൾ ആ ഒരു മതത്തിൻ്റെ ജയിലിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്, ആ ഒരു കടുത്ത കെട്ടുമാറാപ്പുകളിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്ത് വന്നിട്ട് ഇതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്നാലും വയറ്റിപ്പഴപ്പാണ് അദ്ദേഹത്തിന്. മതമാണ് ആ ഒരു സർവൈവലിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചില്ലറ ന്യായവാദങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ആ ഒരു പുതിയ വീഡിയോയിലെ ചില ഭാഗങ്ങൾ വളരെ രസകരമാണ് കേൾക്കാൻ വേണ്ടി. ഏതായാലും ആ ഒരു പുതിയ വീഡിയോയിൽ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില ന്യായീകരണങ്ങൾ ഞാനൊന്ന് എടുത്തു പറയാം. മദ്രസകളിലെ പുഴുക്കുത്തുകളെ സമുദായം തന്നെ പുറത്താക്കുമെന്നും നിയമത്തിന് മുൻപിൽ എത്തിക്കുമെന്നുമാണ് അവരുടെ നിലവിലത്തെ അവകാശവാദം. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഇവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു സെലക്റ്റീവ് സദാചാര രോഷത്തെ ചോദ്യം ചെയ്യേണ്ടത്. പ്രായപൂർത്തിയായ 2 വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ, കൺസെന്റോടെ ജീവിക്കുന്നതിനെ സമൂഹത്തിന് നാശമെന്ന് ചിത്രീകരിച്ചിട്ട് വലിയ പാനിക് ഉണ്ടാക്കുന്ന ആളുകൾ, സ്ഥിരമായിട്ട് അത്തരത്തിലുള്ള പാനിക് ഉണ്ടാക്കുന്ന ആളുകൾ, സ്വന്തം സ്ഥാപനങ്ങൾക്കുള്ളിൽ കുട്ടികൾ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇത്രയും കാലം എവിടെയായിരുന്നു? കഴിഞ്ഞ വീഡിയോയിലൂടെ ഉന്നയിച്ച കടുത്ത ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിലെ വലിയ ജനരോഷത്തിന് ശേഷമാണ് തങ്ങളുടെ ഉള്ളിലെ വൈകൃതങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഇവരുടെ സദാചാര ബോധം ഒന്നും ഉണർന്നത്. സ്വന്തം സ്ഥാപനങ്ങളുടെ ഇമേജ് സംരക്ഷിക്കാനായിട്ടുള്ള വ്യഗ്രതയിൽ ഇരകളാക്കപ്പെടുന്ന കുട്ടികളുടെ മാനസിക ആഘാതങ്ങളെ ഇവർ സൗകര്യപൂർവ്വം ലഘൂകരിക്കുകയാണ്. എന്നാൽ ആരെങ്കിലുമൊക്കെ ഒരു വസ്ത്രം ധരിച്ചാൽ, ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുട്ടികൾ വഴിതെറ്റുമെന്നൊക്കെ എപ്പോഴും വല്ലാതെ ആദ്യം പങ്കുവയ്ക്കുന്ന ആളുകളാണ്. എന്നാൽ നിലവിൽ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് വളരെ വൈകി മാത്രമാണ് പ്രതികരിക്കാനായിട്ട് തുടങ്ങിയത്. കുഴപ്പമില്ല, വൈകിയാണെങ്കിലും പ്രതികരിച്ചല്ലോ, അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇനി അവരുടെ വീഡിയോയുടെ ഒരു 5ാമത്തെ മിനിറ്റിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. മുസ്ലിം സമുദായം ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റം വിജിലൻ്റ് ആയതുകൊണ്ടാണ് കേസുകൾ കൂടുതൽ പുറത്തേക്ക് വരുന്നത് എന്ന്. ഒരു ഉസ്താദിൻ്റെ മുറിയിൽ നിന്ന് ബ്ലൂ ഫിലിം CD കണ്ടെടുത്തപ്പോൾ നാട്ടുകാർ തന്നെ ശിക്ഷാവിധി നടപ്പാക്കി പുറത്താക്കിയ സംഭവമൊക്കെ അവർ അഭിമാനത്തോടെ വിളിച്ച് പറയുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഭരണഘടനാപരമായിട്ടുള്ള നിയമ സംവിധാനങ്ങളും പോലീസൊക്കെയാണ്. അല്ലാതെ വികാര വിക്ഷോഭങ്ങൾ നയിക്കുന്ന നാട്ടുകൂട്ടങ്ങളൊന്നുമല്ല. സമുദായത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും ഇത്തരം അതിക്രമങ്ങൾ പോലീസിൽ അറിയിക്കാതെ മഹലുകൾക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കാനായിട്ടും പ്രതികളെ വെറുതെ പറഞ്ഞു വിടാനായിട്ടും ഒക്കെ ശ്രമിക്കാറുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഇതിനകത്ത് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അബ്ദുള്ള അബ്ബാസിലേക്ക് അംഗീകരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ കിട്ടിയ നിയമ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് കുട്ടികൾ അതിക്രമം നേരിടുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കി മാതാപിതാക്കൾ പോലീസിനെ, നിയമ സംവിധാനത്തിനെ ചെന്ന് ആശ്രയിച്ചത്.
അവരുടെ തലയിൽ മതമാണ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു നിയമ സംവിധാനത്തെ ആശ്രയിക്കത്തില്ല. കുട്ടികൾ ഈ ഒരു അതിക്രമത്തെക്കുറിച്ചിട്ട് പറഞ്ഞത് ഒരു മതപണ്ഡിതനോടല്ല, ഈ ഒരു സമൂഹത്തിന്റെ പുരോഗമനപരമായിട്ടുള്ള രീതികൾക്കനുസരിച്ചിട്ട് നിയോഗിച്ചിട്ടുള്ള ആളുകളിലാണ് അവർ ഈ ഒരു കാര്യങ്ങൾ ആദ്യമായിട്ട് തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും വേട്ടയാടുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ പുറത്തേക്ക് ഒന്ന് അംഗീകരിക്കുക. ഈ ഒരു കുഞ്ഞു കുരുന്നുകൾക്ക് വേണ്ടിയെങ്കിലും. വീഡിയോയുടെ 7-ാമത്തെ 8-ാമത്തെ മിനിറ്റിലൊക്കെ ചില കാര്യം കേൾക്കാൻ പറ്റും. ഈ മദ്രസകൾ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ ചില മതഗ്രന്ഥ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതും അനാവശ്യമായിട്ട് നോക്കുന്നതും പോലും വലിയ പാപമാണ് എന്നുള്ളതാണ് അവരുടെ അധ്യാപനം. എന്നാൽ മനുഷ്യന്റെ സ്വാഭാവിക ജൈവിക ചേതനകളെയും ആകർഷണങ്ങളെയും കടുത്ത പാപബോധം നൽകി അടിച്ചമർത്തുന്നതിന്റെ മാനസിക തകരാറുകൾ ശാസ്ത്രീയ മനഃശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഇവർ പരിശോധിക്കുന്നില്ല. ആധുനിക സോഷ്യൽ സൈക്കോളജി പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ലൈംഗികതയെ ഇത്തരം കടുത്ത നിരോധനങ്ങളിലൂടെയും ഭയത്തോടെയും കാണുന്ന അടഞ്ഞ ചുറ്റുപാടുകളിലാണ് പ്രകൃതി വിരുദ്ധ പീഡനങ്ങളും കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും വൻതോതിൽ വർദ്ധിക്കുന്നത് എന്നാണ്. ഈ സ്വാഭാവിക ചേതനകളെ ഇങ്ങനെ പാപം എന്നൊക്കെ വിളിച്ചിങ്ങനെ അടിച്ചമർത്തുന്ന സമയത്ത് അവ മറ്റൊരു രൂപത്തിൽ കുറ്റകൃത്യങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നു. മദ്രസ അധ്യാപകരിൽ നിന്ന് ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണവും ഈ കടുത്ത മാനസിക അടിച്ചമർത്തലുകളൊക്കെ തന്നെയാണെന്നേ. വീഡിയോയുടെ 11-ാം മിനിറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് അബ്ദുള്ള ഉന്നയിക്കുന്ന വാദം കേട്ടാൽ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും ചിരി വരും. പീഡനം നടത്തുന്ന ഉസ്താദുമാർ പീഡനം നടത്തുന്ന സമയത്ത് വിശ്വാസികളല്ലെന്നും സ്വന്തം യുക്തിയും തന്നിഷ്ടവും അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഭൗതികവാദികൾ അഥവാ നാസ്തികരാണെന്നുമാണ് അവരുടെ പുതിയ കണ്ടെത്തൽ. സ്വന്തം മതപഠന കേന്ദ്രങ്ങളിലിരുന്ന് കുരുന്നുകളെ പീഡിപ്പിക്കുന്ന ക്രിമിനലുകളുടെ ഉത്തരവാദിത്തം പോലും യുക്തിവാദികളുടെയും നാസ്തികരുടെയും തലയിൽ കെട്ടിവെക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത അത്യന്തം അപഹാസ്യമാണ് അബ്ദുള്ള ബാസിലെ. ഒരു കുറ്റവാളി കുറ്റം ചെയ്യുമ്പോൾ അവൻ മതപുസ്തകം നോക്കിയല്ല ചെയ്യുന്നത് എന്നുള്ളത് ഏതൊരു മണ്ടനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവൻ രൂപപ്പെട്ടതും ജീവിച്ചതും പഠിപ്പിച്ചതും നിങ്ങളുടെ മത സാഹചര്യങ്ങളിലാണ്. ആ ഒരു വ്യവസ്ഥാപിത പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം അതിനെ ഭൗതികവാദം എന്നൊക്കെ വിളിച്ചിട്ട് കൈ കഴുകുന്നത് വലിയൊരു കപടതയാണോ? മദ്രസകളിലെ പീഡനങ്ങൾ തടയാനായിട്ട് ഇവർ പറയുന്ന ചില പ്രായോഗിക പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മദ്രസകളിൽ CCTV സ്ഥാപിക്കുക, സ്ത്രീ അധ്യാപകരെ നിയമിക്കുക, കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുക എന്നീ കാര്യങ്ങളൊക്കെയാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരിപ്പോഴും ഭയത്തോടെ വിമുഖതയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമുണ്ട്: സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം, കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് സ്വന്തം ശരീരത്തിന്മേലുള്ള അവകാശത്തെക്കുറിച്ചിട്ടും ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നിവയെക്കുറിച്ചിട്ടെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള അറിവ് നൽകാനായിട്ട് ഇവരിപ്പോഴും തയ്യാറല്ല. പകരം മതപരമായിട്ടുള്ള വിലക്കുകൾ പഠിപ്പിക്കാനായിട്ടാണ് ഇവരിങ്ങനെ ആവശ്യപ്പെടുന്നത്. മതപരമായിട്ടുള്ള വിലക്കുകൾ കുട്ടികളിൽ ഭയമാണ് ഉണ്ടാക്കുന്നത്, അറിവല്ല. തങ്ങളെ ഒരു ഉസ്താദ് വന്നിട്ട് മോശമായിട്ട് തൊട്ടാൽ അത് പാപമാണ് എന്ന് കരുതി ഭയന്ന് മിണ്ടാതിരിക്കാനാണ് മതഭയം കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഇത് ചൂഷണമാണ് എന്ന് തിരിച്ചറിയാനായിട്ടും ഉറക്കെ നോ എന്ന് പറയാനായിട്ടുള്ള ആത്മവിശ്വാസം നൽകൂടൂ. അൺമാസ്കിംഗ് അനോമലീസ് ചാനലിലെ അബ്ദുള്ള ബാസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് വ്യക്തമാകും. ലിബറൽ ആശയങ്ങളെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയൊക്കെ വിഡിതങ്ങൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആളുകൾക്ക് ഒടുവിൽ ആധുനിക ഹ്യൂമനിസ്റ്റ് മൂല്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. പ്രായപൂർത്തിയൊക്കെ ആയിട്ടുള്ള ആളുകളുടെ കൺസെന്റിനെ വരെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് ഒടുവിൽ കൺസെന്റ് ഇല്ലാത്ത പീഡനങ്ങളെ കുറിച്ചിട്ട് വാതോരാതെ സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് മാറ്റം. ഞാൻ പറഞ്ഞല്ലോ, ചില ഇടപെടലുകളുണ്ട്. അത് ശക്തമാണ് എന്നുണ്ടെങ്കിൽ, അത് വസ്തുതാപരമാണ് എന്നുണ്ടെങ്കിൽ, ശാസ്ത്രീയ അടിത്തറയോടെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സദാചാര ടീമിനൊക്കെ അവരുടെ നിലപാടുകളൊക്കെ തിരുത്തേണ്ടി വരും. കാലം അവരെ കൊണ്ട് തിരുത്തിക്കും. ഇനിയെങ്കിലും മറ്റുള്ള ആളുകളുടെ കിടപ്പറകളിലേക്കോ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കോ സദാചാര കണ്ണുകളുമായിട്ട് നോക്കാതെ സ്വന്തം ചുറ്റുപാടുകളെ അല്ലെങ്കിൽ സ്വന്തം ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന കുരുന്നുകളെ അവരുടെ സുരക്ഷയെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക. അതിനുവേണ്ടി നിലകൊള്ളാനായിട്ട് ശ്രമിക്കുക. ഈ സദാചാര കാവൽക്കാർക്ക് ബോധമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അൺമാസ്കിംഗ് അനോമലീസിന്റെ ഫാൻസ് സ്ഥിരമായിട്ട് കമന്റ് ബോക്സിൽ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്: സംവാദത്തിന് എന്തുകൊണ്ട് അവരുടെ ഒപ്പം പോകുന്നില്ല എന്നുള്ളത്. ഈ ഒരു കമൻറ്റ് വായിക്കുന്ന കോമൺ സെൻസ് ഉള്ള ആളുകൾക്കറിയാം, നമുക്ക് അവരുമായിട്ട് സംവദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉറപ്പില്ലായ്മയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് സംവാദം നടത്തി അത് ശരിയാണെന്ന് ഉറപ്പിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ 101%, 110% ഉറപ്പാണ് എന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം എനിക്ക് അവന്മാരുടെ അടുത്ത് പോയിട്ട് സംവാദം നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രൊഫൈൽ ഈസ് വെരി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരു മതവിമർശനം അല്ലെങ്കിൽ യുക്തിവാദ സമ്മേളനം, അവിടെയൊക്കെ ഇങ്ങനെ ആളാവാൻ വേണ്ടി അല്ലെങ്കിൽ ചിന്തകൻ എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ എൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഉള്ള രീതിയിലല്ല ഞാൻ എൻ്റെ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആളുകളുടെ കൂടെയൊക്കെ വേദി പങ്കിടുന്നതിൽ എനിക്ക് വലിയൊരു കുറച്ചിലുണ്ട്. എനിക്കതൊന്നും ഇഷ്ടമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ക്ലാസ് ഓഫ് ആളുകൾ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിസ്കഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ,
അവിടെ നമ്മളൊരു വിഷ്വൽ നമ്മളുടേതായിട്ട് കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടീമിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് സംവാദം നടത്തുക, വാദപ്രതിവാദം നടത്തുക, അതൊക്കെ എനിക്ക് വലിയ കുറച്ചിലാണേ. അവരത്ര മോശക്കാരായിട്ട് ഞാൻ കാണുന്നതുകൊണ്ടല്ല, അവരെക്കാളും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് അവന്മാരുമായിട്ടൊന്നും ഒരു സംവാദത്തിന് ഞാൻ പോകാത്തത്. ഇത് യൂട്യൂബിൽ വൈകിട്ട് എൻ്റെ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയോ മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അവന്മാരത് ശരിയാണ്, മറ്റേ ചന്ദ്രനെ പിളർത്തിയ ദൈവമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ നോ പറഞ്ഞ് അവന്മാരെ തിരുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാലഘട്ടം തിരുത്തിക്കോളും, അല്ലെങ്കിൽ ആളുകൾ തിരുത്തിക്കോളും, അപഹാസ്യരായിട്ട് മാറിക്കോളും. ഇപ്പോൾ അവർ വന്നിട്ട് നീ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. കാരണം ഞാൻ ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രിക്റ്റായിട്ട് അതിലൂന്നി മാത്രം മുന്നോട്ടേക്ക് പോകുന്ന ഒരാളൊന്നുമല്ല. ഞാനെൻ്റെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളെ നോക്കിക്കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരാളാണ്. എനിക്ക് തിരുത്താനായിട്ടൊന്നും മടിയൊന്നുമില്ല. നമുക്ക് പിടിവാശികളില്ലല്ലോ എന്നേ. അപ്പോൾ അങ്ങനെയുള്ള പിടിവാശികളുള്ള ആളുകൾ അവരുടെ വാശികൾക്ക് വേണ്ടി സംവാദം നടത്തി ജയപരാജയങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യട്ടെ. പിന്നെ ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. ഒരു മതവാദി, ഒരു മതപണ്ഡിതൻ ഒരു സംവാദത്തിന് വന്നു കഴിഞ്ഞാൽ അവൻ വിട്ടുകൊടുക്കുമോ? അവൻ ഏതെങ്കിലും തരത്തിൽ അവൻ തോൽവി സമ്മതിക്കുമോ? അവൻ തോൽവി സമ്മതിക്കത്തില്ല. കാരണം അവൻ്റെ വയറ്റിപ്പഴപ്പാണേ, അവൻ്റെ എക്സിസ്റ്റൻസ് അതിലാണ്. അവൻ ഇപ്പം അബ്ദുള്ള ബാസിൽ വന്നിട്ട് ഇപ്പം കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ വേണം, അല്ലെങ്കിൽ മിശ്ര സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ ആരെങ്കിലുമൊക്കെ അംഗീകരിക്കുമോ? അവനവൻ്റെ സമുദായത്തിൽ എക്സിസ്റ്റൻസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതിനിടയിൽ നമ്മളെപ്പോലുള്ള ആളുകളുമായിട്ട് പൊതുമേഖലയിൽ നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ മതപണ്ഡിതരല്ലാത്ത സാധാരണ മനുഷ്യരുമായിട്ട് വേദി പങ്കിടുക, അങ്ങനെയൊക്കെ ഒരിടത്ത് നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരാഗ്രഹമൊക്കെയാണ് അവർക്ക്. അതുകൊണ്ട് അവിടെ സംവാദത്തിന് വരുമ്പോൾ ഞാൻ തോറ്റുപോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ കൂടെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം എനിക്ക് ഇവരോടൊക്കെ ഒപ്പം വേദി പങ്കിടുക, അങ്ങനെയുള്ളൊരു വീഡിയോ ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ വരിക എന്നൊക്കെ പറയുന്നത് വലിയ കുറച്ചിലുള്ളൊരു സംഗതിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇടപെടടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയാതെ കയറി ഇടപെടുന്നതാണ് എനിക്ക് ഇഷ്ടമില്ലെന്നേ. ഞാൻ കുറച്ച് നിയമവിദഗ്ധരുമായിട്ടോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിലുള്ള ആളുകളുമായിട്ടോ ഒക്കെ ഏതെങ്കിലും കാലത്തൊക്കെ വേദി പങ്കിടുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കതാണ് സന്തോഷം. അല്ലാതെ ഈ ടീമായിട്ടൊക്കെ വേദി പങ്കിടാൻ വേണ്ടിയല്ല. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. എനിക്ക് 30-33 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഞാനിപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു മറ്റേ യുക്തിവാദി മിടുക്കനാവാനായിട്ടോ അല്ലെങ്കിൽ ഇവന്മാരെ അടിച്ച് നിലംപരിശാക്കുന്ന ഒരു മൈത്രേൻ ലെവലിലേക്കൊന്നും വരാനായിട്ടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഒരു ലൈഫ് തന്നെ വേറെയാണ്, വേറെ ലീഗാണ്, നമ്മുടെ ഇഷ്ടങ്ങളും വേറെയാണ്. ഇത് സോഷ്യൽ മീഡിയയിലെ വീഡിയോ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതുകൊണ്ട് നമ്മളെ അതിലേക്ക് പിടിച്ചിടരുതേ. നമ്മൾ തോറ്റെന്നോ അല്ലെങ്കിൽ പേടിയാണെന്നോ അല്ലെങ്കിൽ സംവാദം ചെയ്യാനായിട്ടുള്ള കഴിവില്ലെന്നോ ഒക്കെ പറഞ്ഞോട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന സംഗതിയല്ലല്ലോ. കാരണം അങ്ങനെയൊക്കെ നിങ്ങൾ സംവാദത്തിൽ ജയിക്കുന്നവനാണ് ഞാനെന്നൊക്കെ 10 പേരോട് പറഞ്ഞാലും എൻ്റെ കരിയറിലോ എൻ്റെ ബാക്കിയുള്ള മേഖലകളിലോ എനിക്കൊരു ഗുണമില്ലാന്നേ.